Assalamualaikum and welcome back to my channel. ഇന്ന് നമ്മളൊരു ഹൈദരാബാദി ഡിഷ് ആയിട്ടുള്ള ഹലീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഹലീം ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഹലീം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലയായിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പൂവും ഒരു 3 കഷ്ണം പട്ടയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം. ഇതിലൊരു 10-12 പീസോളം ബദാം നമ്മൾ എടുത്തിട്ടുണ്ടാകും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്ത എള്ളാണ്. വെളുത്ത എള്ള് ചേർക്കുന്നത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ എടുത്തൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ബ്ലെൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഗോതമ്പ് എടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഹലീം റെഡിയാക്കാനായിട്ടുള്ള കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുമ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ലാസ്റ്റ് ഒരു കുറച്ച് സിൽക്കി കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂണോളം കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രഷ് ചെയ്ത കുരുമുളകാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പും അതിൻ്റെ ഒപ്പം തന്നെയുള്ള മസാലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് പൊടിക്കുന്ന സമയത്ത് ഗോതമ്പ് നനയ്ക്കാതെ ഡ്രൈ ആയിട്ടും ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഹലീം കുറച്ചും കൂടെ ഒരു സിൽക്കി കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്കൊരു 3-4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും പിന്നെ സിമ്മിൽ ഒരു 30 to 45 മിനിറ്റ് വരെ ഇത് വയ്ക്കാം. നമ്മുടെ ഹലീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിടക്കുന്ന ചിക്കൻ പീസൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സ്മാഷർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തവി യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്കൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മളുടെ ഇഫ്താർ റെസിപ്പി ആയിട്ടുള്ള ഹലീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ഈ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, അതും കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതുപോലെ വെറൈറ്റി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.
അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.